എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാത്യു മണ്ണാറകം. ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കത്തി നിൽക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. അത് മറ്റൊന്നുമല്ല, മുല്ലപ്പെരിയാർ ഡാമാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ അനുകൂലമായിട്ടും അതുപോലെ പ്രതികൂലമായിട്ടും നിരവധി അഭിപ്രായങ്ങൾ ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. അത് കൂടുതലും പൊളിച്ചു മാറ്റണമെന്ന അഭിപ്രായക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം ആദ്യം ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. തമിഴ്നാട് അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. തമിഴ്നാട് ബ്രിട്ടീഷ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു. തിരുവിതാംകൂർ നാട്ടുരാജാവായ തിരുവിതാംകൂർ രാജാവിൻ്റെ കീഴിലുമായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ ചൂട് വരൾച്ച അതിഗുരുതരമായി അനുഭവപ്പെട്ടു തുടങ്ങി. നിരവധി ആളുകൾ ചൂട് കൊണ്ട് മരിക്കുകയും വെള്ളം കിട്ടാതെ വരികയും കൃഷി മുഴുവൻ നശിച്ചു പോവുകയും ചെയ്തു. വർഷങ്ങളായിട്ട് ഈ ദുരന്തം തുടർന്നു വന്നു. ആ ഘട്ടത്തിൽ 1808 കാട്ട്വെൽ എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ഇവിടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു അണക്കെട്ട് പണിയുന്നതിനെ പറ്റി ആലോചിച്ചു. അദ്ദേഹവും ജെ റൈവ്സും ചേർന്ന് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ഗവർണർക്ക് നൽകുകയുണ്ടായി. അതവിടെ ഇരുന്നു. അവരത് പഠിച്ചതൊന്നും ചെയ്തില്ല. അപ്പോൾ വരൾച്ച പിന്നെയും വളരെ കൂടുതലായി വന്നപ്പോൾ ഇതിലൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. അങ്ങനെ 1862 മദ്രാസ് പ്രസിഡൻസിയാണ്, അവിടുത്തെ ഗവർണർ ഇതിന് അനുമതി നൽകി. അപ്പോൾ അനുമതി നൽകുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. അത് പ്ലാനിട്ടിരുന്ന ഇതാണ്: മുല്ലയാറും പെരിയാറും ചേരുന്നിടത്ത്, അത് കൂടിച്ചേരുന്ന സ്ഥലത്ത് ഒരു ഡാമിനുള്ള സാധ്യതയുണ്ട്. അവിടെ ഡാം പണിതാൽ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റും. അതിനുവേണ്ടി അത് ചർച്ചയുടെ പ്രശ്നമുണ്ട്. അനുവദിച്ചെന്ന് പറഞ്ഞിട്ട് 24 വർഷം ചർച്ച നടത്തി. 62 തുടങ്ങി 86 വരെ ചർച്ച നടത്തി. തിരുവിതാംകൂർ മഹാരാജാവായിട്ട് ഒത്തിരി എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിൻ്റെ വനം പോകും, കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തർക്കങ്ങൾക്കെല്ലാം ഒടുവിൽ ഭയപ്പെടുത്തിയെന്നാണ് പറയുന്നത്. കാരണം തമിഴ്നാടിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. തമിഴ്നാടിൻ്റെ നിലനിൽപ്പിന് വെള്ളം കിട്ടിയേ പറ്റൂ. അങ്ങനെ ഗൺ പോയിൻറ്റിലാണെന്നും പറയപ്പെടുന്നു. ശ്രീമൂലം തിരുനാൾ രാമവർമ്മ രാജാവിനെ കൊണ്ട് കരാറിൽ ഒപ്പിച്ചു. അതായത് ഒക്ടോബർ 29, 1886 ഈ കരാറിൽ ഒപ്പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ അത് കഴിയുമ്പോൾ നടപ്പിലാക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ഈ നടപ്പിലാക്കേണ്ട കാര്യം വന്നപ്പോൾ ഇതാര് ചെയ്യും? ഒരു പ്രധാന എഞ്ചിനീയറെയാണ് വെച്ചത്. ജോൺ പെന്നിക്വിക് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് എഞ്ചിനീയറെയാണ് ഇത് നിർമ്മിക്കുന്നതിന് ഏൽപ്പിച്ചത്. അദ്ദേഹം ഒത്തിരി കാലം ശ്രമിച്ചു. വെള്ളപ്പൊക്കം വന്നു, പണിതെല്ലാം പല പ്രാവശ്യം ഒഴുകിപ്പോയി. 17 എഞ്ചിനീയർമാർ മരണമടഞ്ഞു. അപ്പോൾ അവർക്ക് വലിയ അപ്പോൾ മദ്രാസ് ഗവൺമെൻറ് ഇത് ഉപേക്ഷിച്ചു, പദ്ധതി ഉപേക്ഷിച്ചു. ഇത് നടക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് ഫണ്ട് ചെയ്യാനും വിസമ്മതിച്ചു. അപ്പോൾ ഈ ജോൺ പെന്നിക്ക് ഇംഗ്ലണ്ടിൽ പോയി തൻ്റെ ഭൂമി വിറ്റു. തനിക്കുള്ള സ്ഥലം വിറ്റ് കൊണ്ടുവന്നാണ് അദ്ദേഹം വീണ്ടും സ്വന്തം നിലയിലാണിത് പണിയുന്നത്. ഇത് പണിതപ്പോൾ ഒരു കാര്യമുണ്ട്, 43 ലക്ഷം രൂപയാണ് അന്ന് ഇതിന് ചിലവായത്. ഇത് ചിലവാകുമ്പോഴൊരു കാര്യം, പലരും പറയുന്നൊരു കാര്യമുണ്ട്, തമിഴ്നാട്ടുകാർ കബളിപ്പിച്ചു എന്ന് പറയുന്നൊരു അഭിപ്രായമുണ്ട്. അതിൻ്റെ ഒരു കാരണം 99 വർഷത്തേനെന്ന് പറഞ്ഞിട്ട് 999 ഒരു 9 കൂടെ കൂട്ടിയിട്ടതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒറിജിനൽ രേഖ തമിഴ്നാട്ടുകാരിലല്ലാതെ മറ്റാരുടെയും കൈവശമില്ല. നമുക്കത് ചോദിച്ച് മേടിക്കാൻ ഒന്നും കഴിഞ്ഞതുമില്ല. അപ്പോൾ ഇത് പണിത് കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്ന് വരെയുള്ള എല്ലാ കരാറുകളും റദ്ദാക്കപ്പെട്ടതാണ്. പക്ഷേ അത് നമ്മുടെ ഗവൺമെൻറ്റുകൾ, അത് പലപ്പോഴും കേരള ഗവൺമെൻറ് കേന്ദ്രവിരുദ്ധ സമരം നടത്താനല്ലാതെ കാര്യങ്ങൾ നടത്തിയെടുത്താൻ കഴിവ് ഇതുവരെ കാണിച്ചിട്ടില്ല. തമിഴ്നാട്ടുകാരങ്ങനെയല്ല. അവർ കേന്ദ്രവിരുദ്ധ സമരം നടത്ത സർക്കാരിനോട് ചോദിക്കേണ്ട പോലെ ചോദിച്ച് കാര്യങ്ങൾ നേടുകയാണ് അവരുടെ പതിവ്. ഇവിടെ 8 മന്ത്രിമാരുണ്ടായിരുന്നപ്പോൾ പോലും നമുക്ക് കിട്ടേണ്ടതൊന്നും കിട്ടിയില്ല. അവിടെ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിൽ നിന്ന് പുലി പോലെ പോകുന്നവർ ഡൽഹിയിൽ ചെന്ന് കഴിയുമ്പോൾ പൂച്ചയെ പോലെ ആകുന്നതാണ്. ഇവരെപ്പറ്റിയുള്ള എംപിമാരെ പറ്റി, മന്ത്രിമാരെ പറ്റിയുള്ള അഭിപ്രായം. പലർക്കും ഭാഷാ സ്വാധീനമില്ല. അവിടെ ചെന്ന് ഫോട്ടോ സെഷൻ കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഫലപ്രദമായ മന്ത്രിമാരുമായിട്ട് ആശയ സംവേദനം നടത്താനുള്ള യാതൊരു കഴിവുള്ളവരല്ല പോകുന്നത്. അത് നിൽക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ 47 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പഴയ കരാറുകളൊക്കെ റദ്ദായി പോയതാണ്. അത് റദ്ദാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതിനുള്ള ശ്രമം ഇവിടെ അന്നത്തെ പട്ടനാട് പിള്ളയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ AJ ജോൺ ആണെങ്കിലും അവർക്കൊന്നും അതിന് കഴിഞ്ഞില്ല. 56 കേരളപ്പിറവിക്ക് ശേഷം ഭരണത്തിൽ വന്ന EMS നമ്പൂതിരിപ്പാടും ഇക്കാര്യത്തിൽ കുറ്റകരമായ വീഴ്ചയാണ് വരുന്നത്. ഇതിനൊക്കെ പുറമെ 1970 മഹാനായ അച്യുതമേനോൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ കരാർ വീണ്ടും പുതുക്കി കൊടുത്തു 70കളിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ തമിഴ്നാട്ടുകാരൊരു കാര്യം ചെയ്തു, ഓരോ തവണയും ഇത് ശക്തിപ്പെടുത്തി. ഇത് ഓരോ തവണയും ഡാമിന് വേണ്ട സംരക്ഷണ ഭിത്തികൾ എല്ലാവരും കെട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഡാമിനെ പറ്റി ഒന്ന് പറയണം. ഇത് ഗ്രാവിറ്റി ഡാമാണ്.
ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞാൽ കരിങ്കല്ല് ഇത് കെട്ടിയിരിക്കുന്നത്. ഈ സുറുക്കി ഉപയോഗിച്ചിരിക്കുന്നത് ഇടയ്ക്കുള്ള ഒലിച്ചു പോകുന്നത് തടയാൻ വേണ്ടി, ചോർച്ച തടയാൻ മാത്രമാണ്. സുറുക്കി ഒട്ടും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അല്പം ചോർച്ച വരുമെന്നേ ഉള്ളൂ. കരിങ്കല്ല് എത്ര കാലം വെള്ളത്തിൽ കിടന്നാലും അതിൻ്റെ ശക്തി ക്ഷയിക്കില്ല. അതൊരു പൂർവാധികം ശക്തിയായിട്ട് മാത്രമേ വരികയുള്ളൂ. നമ്മുടെ മറ്റ് ഡാമുകളിലൊക്കെ കരിങ്കല്ല് കുറവും സിമെൻറ്റും മറ്റ് സാധനങ്ങളും കൂടുതലുമാണ്. അവർ പെട്ടെന്ന് ചോർച്ച ഉണ്ടാകും. ആ അപകടം ഈ ഡാമിന് ഇല്ലെന്നുള്ളതാണ് ഒരു സവിശേഷത. അപ്പോൾ അങ്ങനെയുള്ള ഈ ഡാമിൻ്റെ വലിപ്പമെന്ന് പറയുന്നത് 176 അടി ഉയരവും 1200 അടി നീളവും 12 അടി വീതിയുമാണ് ഇതിനുള്ളത്. കല്ലാണ് മുഴുവൻ അടുക്കി കെട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലുള്ള പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാരൊക്കെ വന്ന് പരിശോധിച്ചിട്ടും ഇതിനൊരു കുഴപ്പവും കണ്ടില്ല. കുറച്ചു കാലം മുമ്പ് ജസ്റ്റിസ് KT തോമസിനെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് 2 തമിഴ്നാട്ടിൻ്റെയും കേന്ദ്രത്തിൻ്റെയും പ്രഗത്ഭരായ ആളുകളെ വെച്ച് പരിശോധന നടത്തിയപ്പോഴും കണ്ടത് ഒരു കുഴപ്പവും ഇല്ലെന്നാണ്. ഇന്ത്യയിലുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇത് പരിശോധിച്ചു, യാതൊരു കുഴപ്പവും ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ അപമാനിക്കലാണ്. ചന്ദ്രനിൽ ആളെ ഇറക്കാൻ കഴിയുന്ന ലോകത്തിലെ 3ാമത്തെ സൈനിക ശക്തിയും 5ാമത്തെ സാമ്പത്തിക ശക്തിയും ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ രാജ്യത്തെ ആളുകളെല്ലാം കഴിവുകെട്ടവരും കള്ളന്മാരുമാണ്. വിദേശത്ത് നിന്ന് വന്നാലേ ശരിയാവൂ എന്ന് പറയുന്നതിൽ വലിയ കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഡാമിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും കാലമായിട്ട് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. നമ്മൾ മറക്കരുത്. ഇതിനുണ്ട് ചില ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, അതുകൂടെ പറയണം. ഈ മറോപ്പടയുടെ ആക്രമണം നമ്മളെ വല്ലാതെ അലട്ടിയിരുന്നു. പലരും ശ്രദ്ധിക്കാതെ വന്നൊരു കാര്യമാണ്. മറോപ്പട ഇവിടെ വന്ന് നമ്മുടെ ഈ പൂഞ്ഞാറ് വരെയുള്ള എല്ലാ പ്രദേശങ്ങളും അവർ വന്ന് ആക്രമിച്ചു. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുക, വീട്ടിലിരിക്കുന്ന നെല്ലും അതുപോലെ തന്നെ കുരുമുളകും എല്ലാം തട്ടിക്കൊണ്ട് ഇവിടെ വെച്ച് തന്നെ ചില വെടിവെച്ച് കൊന്ന ചരിത്രമൊക്കെ ഈരാറ്റുപേട്ട വരെ വന്നിട്ടുണ്ട്. വല്ലാത്ത ശല്യമായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ തിരുവിതാംകൂർ ഗവൺമെൻറ് എത്ര ശ്രമിച്ചിട്ട് ഇവരെ അമർച്ച ചെയ്യാൻ കഴിയില്ല. ഇവരെ അമർച്ച ചെയ്യാൻ ഈ ഡാം നിർമ്മിക്കപ്പെട്ടപ്പോൾ കഴിഞ്ഞു എന്നുള്ളതാണ്. അവർ വന്നിരുന്ന വഴിയാണ് ഇപ്പോൾ ഡാമായി മാറിയത്. ഈ ഡാമായി മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വരാൻ കഴിയാതെ വന്നു. ഒന്ന്. രണ്ടാമതായിട്ട് ഈ മനുഷ്യൻ പലപ്പോഴും കള്ളനും ഒക്കെയാണ് കൊള്ളക്കാരും ആകുന്ന ജീവിതമാർഗ്ഗം ഇല്ലാതെ വരുമ്പോഴാണ്. ഈ ഡാം പണിത് കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം കൃഷിക്ക് വെള്ളം കിട്ടാൻ തുടങ്ങി. തമിഴ്നാട് വെള്ളം കൊണ്ട് സമ്പന്നമായി. ഈ വെള്ളം കിട്ടുന്നതുകൊണ്ട് അവർക്ക് അവിടെ നല്ല ഭംഗിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റി. അപ്പോൾ അവിടെ മലയാളികൾ ധാരാളമുണ്ട്. ഒരുപക്ഷെ തമിഴിനേക്കാൾ കൂടുതലായിട്ട് അവർ കൃഷി ചെയ്യുന്ന മലയാളികളാണ്. നമുക്കിതുകൊണ്ട് കിട്ടുന്ന പച്ചക്കറിയും അതുപോലെ തന്നെ നെല്ലും മറ്റു കോഴിയും എല്ലാം വരുന്നത് ഈ പ്രദേശത്തു നിന്നാണ്. അപ്പോൾ അത് വലിയൊരു നേട്ടം ഉണ്ടാക്കി തന്നിട്ടുണ്ട്, നമ്മൾ കാണാതെ പോകണ്ട. അപ്പം അങ്ങനെയുള്ള ഈ ഡാം പിന്നെ ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, തമിഴന്മാരും നമ്മളുമായിട്ടുള്ളൊരു വലിയ വ്യത്യാസമുണ്ട്. അതുകൂടെ കാണണം. നമുക്ക് ഓരോ വെള്ളപ്പൊക്കത്തിനും നമ്മുടെ വെള്ളം എത്രയാണ് പോകുന്നത്, എല്ലാം അറബിക്കടലിൽ പോയി ചേരുകയാണ്. തമിഴന്മാർ ഒരു തുള്ളി വെള്ളം പോലും നഷ്ടപ്പെടുത്തുകയില്ല. ഇവിടുന്ന് പോകുന്ന ഈ വെള്ളം അവർ പിന്നെ വൈദ്യുതി ഉണ്ടാക്കും, അല്ല കൃഷിക്ക് ഉപയോഗിക്കും, ഒരു തുള്ളി പോലും അവർ നഷ്ടപ്പെടുത്തുന്നില്ല. അപ്പം അങ്ങനെ അവരിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ 2ാമത്തെ സംസ്ഥാനമാണ്. 1ാമത്തെ സംസ്ഥാനമെന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്, 2ാമതാണ് ഇത്, 3ാമത്തേതാണ് ഉത്തർപ്രദേശാണ്, 4ാമത്തെയാണ് ഗുജറാത്താണ്. നമ്മളാ പ്രദേശത്തൊന്നുമില്ല. നമ്മുടെ വെള്ളം ഇപ്പോഴും ഒഴുകിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ വെള്ളം ഫലപ്രദമായിട്ട് 44 നദികളുള്ളത് ഒന്നിലെയും വെള്ളം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുമാത്രമല്ല, മറ്റൊന്നും കൂടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ തമിഴന്മാർ നമ്മുടെ ശത്രുക്കളൊന്നുമല്ല, അതാരും വിസ്മരിക്കരുത്. നമ്മൾ പകുതി തമിഴാണ്. നമ്മുടെ അവിടെ തന്നെ ദശലക്ഷക്കണക്കിന്, ഒരു 50-60 ലക്ഷം മലയാളികൾ തമിഴ്നാട്ടിലുണ്ട്. ഇവിടെ കിടന്ന് എല്ലാവരും കൂടെ സമരം വയ്ക്കുമ്പോൾ മറക്കരുതാത്തൊരു കാര്യമുണ്ട്. നമ്മളിവിടെ സമരം നടത്തുമ്പോൾ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് സമരം ആരംഭിക്കുകയാണ്. 2 കൂട്ടരും സമരം നടത്തിയാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ പക്ഷേ ഓർക്കുന്നുണ്ടാവും. പിണറായി ഗവൺമെൻറ്റിൻ്റെ ആദ്യ പീരീഡിൽ മലയാളികളുടെ കടകളെല്ലാം അടിച്ചു പൊളിച്ച് മലയാളികളെ എവിടെ കണ്ടാലും തല്ലിക്കൊല്ലുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അത് പിണറായി വിജയൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഡാം കിട്ടുന്നില്ല, നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് യോജിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ കലാപം അണഞ്ഞത്. അപ്പോൾ ഇവിടെ കിടന്ന് നമ്മളിപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞാൽ എനിക്ക് ഞങ്ങളെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു, PG ജോസഫിന് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഇതൊന്നും പറഞ്ഞിട്ട് ഡാം പൊട്ടിയില്ല, അത് മറക്കരുത്. ഡാമിനൊരു കുഴപ്പവും പറ്റില്ല. 1924 ഏറ്റവും വലിയ വെള്ളപ്പൊക്കം, മൂന്നാർ ദുരന്തമെല്ലാം ഉണ്ട്. അന്നും ഈ ഡാം ഉണ്ടായിരുന്നു, ഒരു കുഴപ്പവും വന്നില്ല. സത്യത്തിൽ അന്ന് വെള്ളപ്പൊക്കത്തിൻ്റെ ആഘാതം കുറച്ചതാണ്. 1958 വലിയ വെള്ളപ്പൊക്കം വന്നു. നമ്മുടെ ഈ പൂഞ്ഞാർ പാലത്തെ വരെ ഒന്ന് ഇടിച്ച് ഒരു ചരിത്രമെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ 1918-ലും 19-ലും ഉണ്ടായ വലിയ അന്നൊന്നും ഇതിന് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. യാതൊരു അപകടവും കൂടാതെ ഈ ഡാം നിന്നു എന്നുള്ളത് ആരും മറക്കരുത്. അപ്പോൾ ഈ അപകടം ഉണ്ടാകാൻ സാധ്യത ഇപ്പോൾ പലരും പറയുന്നത് ഈ വെള്ളം ഇങ്ങനെ വന്നാൽ പൊട്ടി വന്നാൽ ഇടുക്കി ഡാമിൽ ഇവിടെ തകരുമെന്നാണ്. ഇല്ല, ഇടുക്കി ഇതിൻ്റെ 3 മടങ്ങ് വെള്ളം വന്നാലും പിന്നെ ഈ മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിൻ്റെ 3 മടങ്ങ് വെള്ളം വന്നാലും താങ്ങാനുള്ള ത്രാണിയുണ്ട് ഇടുക്കി ഡാമിന്. നിറഞ്ഞു കിടക്കുമ്പോൾ ആണെങ്കിൽ പോലും. അങ്ങനെയാണെങ്കിൽ പോലും ഒരു കുറച്ച് ഓവർഫ്ലോ ചെയ്യും. ഇതിനിപ്പോൾ 172 അടി ഉയരമുണ്ട് ഇതിന്.
അപ്പം അങ്ങനെയുള്ള ഈ ഡാമിലേക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. കുറച്ച് ഇടത്ത് തന്നെ ഒരു 70% തങ്ങിപ്പോവും. അവിടെ ഇവിടെ മരങ്ങളിലൊക്കെ തട്ടിയെല്ലാം നിന്നിട്ട് 40 കിലോമീറ്റർ വന്നെങ്കിൽ ഇടുക്കി ഡാമിൽ എത്തുകയുള്ളൂ. അത് ഒന്നും സംഭവിക്കില്ല. ഇനി ഇതെല്ലാം കൂടെ തകർന്നാൽ പോലും അങ്ങനെ സംഭവിക്കില്ല. എല്ലാം കൂടെ തകർന്നാൽ പോലും ഒരു കുറച്ച് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഒന്നതിനേക്കാൾ കൂടുതൽ ഒരു ദുരന്തം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അത്രയും ഇപ്പോൾ അത്രയും ഭംഗിയായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ്. നമ്മളിതിനെല്ലാം പുറമേ കാണേണ്ട ഒരു കാര്യം, സുപ്രീം കോടതിയിലാണ് നമ്മൾ കേസ് കൊടുത്തിരിക്കുന്നത്. സുപ്രീം കോടതിക്ക് ആരോടും പക്ഷാഭേദമില്ല. നമ്മുടെ കേസ് ജയിക്കുമ്പോൾ നമ്മൾ പറയുന്നത് സുപ്രീം കോടതി നല്ലതും അല്ലാത്തപ്പോൾ സുപ്രീം കോടതി ചീത്തയാണെന്ന് പറയാൻ നമുക്കാവില്ല. അവരിവിടെ വാദിക്കാൻ നമ്മൾ ഏറ്റവും പ്രഗത്ഭന്മാരായ വക്കീലന്മാരെ വെച്ചിട്ടുണ്ട്. അവർക്കൊന്നും സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ ഡാം പൊട്ടുമെന്ന് നമുക്ക് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും മലയാളികളുടെ ഒരു ജീവനെങ്കിലും നഷ്ടപ്പെടുമെന്ന് ബോധ്യപ്പെട്ടാൽ സുപ്രീം കോടതി അപ്പോഴേ പൊളിച്ചു മാറ്റാൻ ഉത്തരവിടും. തമിഴ്നാട് അവർക്ക് അങ്ങനെ പ്രത്യേകതകളൊന്നും, എല്ലാവരോടും തുല്യ പരിഗണനയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നല്ല വക്കീലന്മാരെ വെച്ചു, നല്ല എഞ്ചിനീയർമാർ ആരും ഇത് പൊട്ടുമെന്ന് പറയുന്നില്ല. ഇപ്പോൾ തന്നെ കേരള ഗവൺമെൻറ് പറയുന്നുണ്ടല്ലോ അപകടമൊന്നും ഇല്ല കേട്ടോ എന്ന്. ചില രാഷ്ട്രീയ മുതലെടുപ്പിന് വെക്കുന്ന ബഹളത്തിന് അപ്പുറത്തേക്കൊന്നുമില്ല. ട്രെയിൻ ഇടിക്കുമെന്ന് പറഞ്ഞ് നമുക്ക് ട്രെയിൻ ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. പ്ലെയിൻ തകർന്ന് വീഴുമെന്ന് പറഞ്ഞ് നമുക്ക് പ്ലെയിൻ യാത്ര ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഈ പറയുന്നത് പലതും വെറുതെ, ഒന്നാമത്തെ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ്. എഞ്ചിനീയറിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ പിന്നെ ഡാം നിർമ്മാണത്തെ പറ്റിയോ യാതൊന്നും അറിയത്തില്ലാത്തവരാണ് അഭിപ്രായം പറയുന്നത്. ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിലെ ചികിത്സയെ പറ്റി അഭിപ്രായം പറഞ്ഞാൽ ശരി, എങ്ങനെ ചികിത്സിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ ഒക്കത്തില്ല. അതുപോലെ തന്നെ പാലം പണിത് എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ശാസ്ത്രീയ സംഗീതം എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ഇതേപ്പറ്റിയെല്ലാം അഭിപ്രായം പറഞ്ഞാൽ പറ്റുമോ? 10ാം ക്ലാസ്സും ഗുസ്തിയും അതിൽ താഴെയുള്ളവരുമാണ് പല നേതാക്കന്മാരും. അവർക്ക് ഇതേപ്പറ്റി യാതൊരു ഗ്രാഹ്യവും ഇല്ല. അവരിങ്ങനെ ജനങ്ങളുടെ വികാരം ഭയം ജനിപ്പിക്കുകയാണ്. ആ നാട്ടിലുള്ള ജനങ്ങളെ മുഴുവൻ ഭയചകിതരാക്കുകയാണ്. ഇവർ ധൈര്യം കൊടുക്കേണ്ടവരാണ്. ഇപ്പോൾ ഒന്നും ഓർക്കണം, ഒരു കാരണവശാലും തമിഴ്നാടും കേരളവും കേന്ദ്ര ഗവൺമെൻറ്റും സുപ്രീം കോടതിയും തീരുമാനിക്കാതെ ഡാം കെട്ടാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, 8000 ഏക്കർ സ്ഥലവും 8000 ഏക്കർ സ്ഥലം ഈ ഡാമിന് എന്താണെന്ന് പറയുക, ഡാമിൻ്റെ റിസർവോയറിന് വേണ്ടിയും 100 ഏക്കർ സ്ഥലം ഡാം നിർമ്മിക്കാൻ വേണ്ടിയുമാണ് തിരുവിതാംകൂർ മഹാരാജാവ് വിട്ടുകൊടുത്തത്. അതിൻ്റെ തുകയാണ് കഷ്ടം. 5 രൂപയാണ് ഒരു ഏക്കറിന് വെച്ചിരുന്നത്. ഒരു ഏക്കറിന്, അതായത് 40,000 രൂപയാണ് നമുക്കൊരു വർഷം കിട്ടുന്നത് ഇതിനകത്ത് തമിഴ്നാട് കൊടുക്കും. അത് മാത്രമേ ഉള്ളൂ. അന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു അവർക്ക് നമ്മൾ കപ്പം കൊടുത്തിരുന്നു, അതിനകത്ത് ഇത് വരവ് വെച്ചേക്കാൻ പറഞ്ഞു. ചുരുക്കത്തിൽ ഒരു ചായ കുടിക്കാനുള്ള പണം പോലും തിരുവിതാംകൂർ മഹാരാജാവിന് കിട്ടിയില്ല ഈ വഴിക്ക്. അപ്പോൾ ഇങ്ങനെയാണിത്. അത് കഴിഞ്ഞിട്ടും നമ്മൾ ചെയ്തില്ല വേണ്ടത്. അത് ഇപ്പം നമ്മൾ എത്ര ബഹളം വെച്ചാലും 8000 ഏക്കർ സ്ഥലം പുതിയതായിട്ട് എടുക്കണം. അത് ഫോറസ്റ്റാണ്, പെരിയാർ ടൈഗർ റിസർവാണ്, അത് മുഴുവൻ നശിക്കും. അങ്ങനെയുള്ളൊരു പദ്ധതിക്ക് ഒരിക്കലും കേന്ദ്ര ഗവൺമെൻറ് അനുവാദം നൽകില്ല. ഇപ്പോഴത്തെ മാറ്റുമ്പോൾ 8000 പുതിയതെടുക്കണം. അതെടുക്കുമ്പോൾ ഇത്രയും സ്ഥലം പോകും. ഇത്രയും സ്ഥലം പോകുന്ന അത് വനം മുഴുവൻ നശിക്കും. അപ്പോൾ അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി ഒരിക്കലും കിട്ടില്ല. ഈ 3 കൂട്ടരും സമ്മതിക്കേണ്ടി വരും. അപ്പോൾ തമിഴ്നാട്ടിൽ നമ്മളെ വിശ്വാസമില്ലെന്നുള്ളത് മറ്റൊരു സത്യമാണ്. അന്ന് തുച്ഛമായ വിലയ്ക്ക് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോഴത് ചെയ്യേണ്ടി വരുമ്പോഴത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൻ്റെ വില കൂട്ടും, ഭൂമിയുടെ വാടക കൂട്ടും, അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കേണ്ടതിനൊക്കെ നമ്മൾ പണം ഈടാക്കും. ഇത് കഴിയുമ്പോൾ തമിഴ്നാടിനെ നിർമ്മിക്കാൻ പൊളിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും ഞങ്ങളുടെ ഈ പണമില്ല, നിങ്ങൾ വേണേൽ പണിതോളാൻ പറയും. പറയാനൊന്നും ഉറപ്പില്ല, ഞങ്ങൾ പൈസയില്ല, നമ്മൾ ദാരിദ്ര്യത്തിലാണല്ലോ എപ്പോഴും. അപ്പോൾ അത് തമിഴന്മാരെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഉറപ്പ് കൊടുക്കണം, അവർ പണിത് കൊടുത്തോളാം. കേരളം പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല, വിശ്വാസമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ അഭിപ്രായം മാറ്റി മാറ്റി പറയുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും ഈ ഡാം പൊളിക്കാൻ സമ്മതിക്കില്ല. ഇവിടെ ബഹളം വെച്ചാൽ ഇതിനേക്കാൾ കൂടുതലായിട്ട് തമിഴന്മാർ കുറേ കൂടെ വീര്യത്തോട് അവരതിനേക്കാൾ വലിയ സമരങ്ങൾ അവിടെ ആരംഭിക്കും. എന്നാൽ ഒത്തിരി നടത്തിയതാണ്, ഒരിടത്തും എത്തിയില്ല. അപ്പോൾ ഒരിക്കലും ഇത് പൊളിച്ചു മാറ്റുന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല നിലവിലൊന്നും. അങ്ങനെ വേണ്ടി വരണേ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടണം ഇത് അപകടത്തിലാണ്. അത് ഇതുവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എത്ര പറഞ്ഞിട്ടും അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാരണം മുന്നോട്ട് വെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ അനാവശ്യ സമരങ്ങൾ ഒഴിവാക്കുന്നതാണ്. അപകടങ്ങൾ ഭൂമികുലുക്കം എന്ന് പറയുന്നത്. ഭൂമികുലുക്കം ഇതെല്ലാം വന്ന് എത്ര ഭൂമികുലുക്കം ഉണ്ടായി, എത്ര വെള്ളം, ഒന്നും നമുക്കതിനൊന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെ വലിയ ദുരന്തം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ 12 ജില്ലകളും ഉരുൾപൊട്ട സാധ്യതയുള്ള പ്രദേശങ്ങളാണെന്നാണ് പറഞ്ഞത്. അതുപോലെ 2 ജില്ലകളാണ് വെള്ളപ്പൊക്ക സാധ്യതയുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ താമസിക്കാൻ പറ്റില്ല. അങ്ങനെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഏർപ്പാട് ഒന്നിനുമില്ല. ഏതിലും കറണ്ട് വെച്ച് കഴിഞ്ഞാൽ ഷോക്കടിക്കാൻ സാധ്യതയുണ്ട്, ഗ്യാസ് വെച്ചാൽ പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉറപ്പൊന്നും ആർക്കുമില്ല. ഈ സെക്യൂരിറ്റി അല്ലെ സുരക്ഷിതത്വം എന്നൊരു മിഥ്യയാണ്, ഒരു സങ്കല്പം മാത്രമാണ്. അപ്പം നിലവിലുള്ള അവസ്ഥയിൽ മുല്ലപ്പെരിയാറിന് ഒരു കുഴപ്പമില്ല. ആ മുല്ലപ്പെരിയാർ അവിടെ നിൽക്കുന്നത് കൊണ്ട് നമുക്കിവിടെ ഒത്തിരി നേട്ടം, പച്ചക്കറിയൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് കിട്ടില്ല. അപ്പോൾ തമിഴത് പൊട്ടാൻ സമ്മതിക്കില്ല.
കാരണം അവരുടെ 7 ജില്ലകൾ പഴയ പോലെ ദരിദ്രമായി. ഇന്നത്തെ 2ാം സ്ഥാനം എന്നുള്ളത് പോയിട്ട് 25ാമത്തെ സ്ഥാനത്തിൽ അവർ എത്തേണ്ടി വരും. അപ്പോൾ അത് പൊട്ടാൻ അവർ ഒരിക്കലും സമ്മതിക്കില്ല. അതിനു വേണ്ടി സുരക്ഷിത ക്രമങ്ങളും ബലപ്പെടുത്തലും അവർ കാലാകാലങ്ങളിൽ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, എഞ്ചിനീയറിങ്ങിൻ്റെ ബാലപാട് അറിയത്തില്ലാത്ത ഈ പോയവരിൽ ഒരു മന്ത്രിയോ ഒരാൾ പോലും എഞ്ചിനീയറിങ്ങിനെ പറ്റി പഠിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവരൊക്കെ ഇതേപ്പറ്റി അഭിപ്രായം പറഞ്ഞത് കുഴപ്പമാക്കരുത്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ, ചില വലിയ വിദഗ്ധർ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞാൽ പോരാ, ലോകത്തിലുള്ള ഏറ്റവും ടോപ്പ് സയൻറ്റിസ്റ്റിൽ പെട്ടതാണ് ഇന്ത്യക്കാരെ. അവരാരും നോക്കിയാൽ പറ്റുകയില്ല. തമിഴിനും കേരളീനും വേണ്ട, മറ്റ് വടക്കേണ്ടിയിലൊക്കെ നല്ല സയൻറ്റിസ്റ്റുണ്ട്, അവരെ കൊണ്ട് നോക്കിച്ച് അവരെല്ലാം നോക്കി ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ഈ പാഴ്വേല ആളുകളിൽ ഭയം സൃഷ്ടിക്കുകയാണ്. ഇതാ ലോകം അവസാനിക്കാൻ പോകുന്നത്. ഞാൻ ഈ 1962 ഒരു നോട്ടീസ് ഇറങ്ങിയായിരുന്നു, ലോകം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ചന്ദ്രനും സൂര്യനെല്ലാം താഴോട്ട് വീഴും, വെളിച്ചമില്ലാതെ വരും. അപ്പോൾ തിരി കത്തിച്ച് വെച്ചെങ്കിൽ, വെഞ്ചിരിച്ച തിരി വെച്ചെങ്കിലേ ശരിയാകുള്ളൂ എന്ന് പറഞ്ഞു. അന്നും ചില പള്ളികൾ കേന്ദ്രീകരിച്ചാണ് നടന്നത്. വെഞ്ചിരിച്ച തിരി വെച്ചെങ്കിലേ, പന്നിമറ്റത്തായിരുന്ന അതിൻ്റെ കേന്ദ്രം, തൊടുപുഴക്കടുത്ത് പന്നിമറ്റം, തിരി കത്തിച്ച് വെച്ചെങ്കിൽ മാത്രമേ. അപ്പോൾ ഒത്തിരി തിരി കത്തി. അതും വേറൊന്നും കൂടി സംഭവിച്ചു. അന്നോർത്ത് ഏതായാലും ഈ ആഴ്ച ചിലർ തങ്ങളുടെ സ്ഥലം വിറ്റിട്ട് ആഘോഷിച്ചവരുണ്ട്, വീട്ടിലുള്ള മൃഗങ്ങളെല്ലാം തല്ലിക്കൊന്ന് തിന്നവരുണ്ട്. ഏതായാലും ഒരാഴ്ചക്കകം ലോകം അവസാനിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഈ നാശത്തിൻ്റെ പ്രവാചകന്മാരെല്ലായിടത്തും ഉണ്ട്. ഇപ്പം നശിക്കും, ഇപ്പം തീരും എന്ന് പറഞ്ഞ് ഇരുന്ന് കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഒരാഴ്ചയിലും 1 മാസത്തിലും 1 കൊല്ലം കഴിഞ്ഞപ്പോഴും ഒന്നും സംഭവിച്ചില്ല. പാവപ്പെട്ട സ്ഥലം വിറ്റ് ആഘോഷിച്ചവനും മൃഗങ്ങളെല്ലാം കൊന്നു തന്നവനും വിഡ്ഢിയായി. അതുപോലെ തന്നെ കൃഷി ചെയ്യാതിരിക്കുന്ന ഈ ആളുകൾ, കഷ്ടപ്പെടുത്തുന്ന ആളുകൾ, നിങ്ങൾ ആ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, അവരെ വല്ലാതെ കഷ്ടപ്പെടുത്തരുത്. അവർ ജീവിച്ചു പൊക്കോട്ടെ. ലോകം അവസാനിക്കുന്നു, ഇപ്പോഴുണ്ട്, ലോകം ഇപ്പോൾ അവസാനിക്കുമെന്നും പറഞ്ഞു. ഇനി 20 കൊല്ലമേ ഉള്ളൂ ചില വലിയ പ്രവചിക്കുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് ഈ മുല്ലപ്പെരിയാറിന് യാതൊരു കുഴപ്പമില്ല. അത് കേരള ഗവൺമെൻറ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ജോഷി സമയത്ത് ഒരു അപകടവും ഇല്ല. പിന്നെ പുള്ളിക്ക് പൊട്ടുകാലം തീരെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങാർക്ക് ഇടുക്കിന്ന് ജയിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനെ ഉദ്ഘാടനം ചെയ്ത കാര്യം കൂടി ഞാൻ പറയാം. ഇത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് ഇത് ഉദ്ഘാടനം ചെയ്തത് 1895 ഒക്ടോബർ 11 ഈ ഡാം കമ്മീഷൻ ചെയ്തത്. ഇതുവരെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് എല്ലാവരും ശാന്തമായിട്ട്, പി ജെ ജോസഫും അച്യുതാനന്ദനും ഉറക്കത്തിലാണ്, എല്ലാവരും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക. ഒരു അപകടവും വരുന്നില്ല. ഈ വെള്ളമൊക്കെ ഒഴുകി വരുമ്പോൾ അവിടെയെല്ലാം വന്ന് തട്ടിയും മുട്ടിയും വരുമ്പോൾ ഏറ്റവും കൂടി പോയാൽ 1918 വെള്ളപ്പൊക്കത്തിൻ്റെ അത്ര വരും. ചെറിയ ദുരന്തങ്ങളൊക്കെ സംഭവിക്കും. അത് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്താൽ മാറി താമസത്തിരുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ആരും ഉറക്കം വേണ്ടെന്ന് വെക്കേണ്ട, സന്തോഷമായിട്ട് ജീവിക്കുക. അപകടം നമുക്ക് ആർക്കും ഉറപ്പില്ല. ഏത് സമയം ഏത് വണ്ടിക്ക് പോയാലും അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇല്ലാത്ത ആദി ആളുകളിൽ സൃഷ്ടിക്കരുത്. നേതാക്കന്മാരൊന്നും ചെയ്യണം. ഇപ്പോൾ ലോകം അവസാനിക്കാവുന്ന, ഇപ്പോൾ എല്ലാം പൊട്ടുമെന്നും പറഞ്ഞ് പാവപ്പെട്ട നിരപരാധികളായ ആളുകൾ വേദനിപ്പിക്കാൻ, ഇപ്പോൾ വിഷമിപ്പിക്കരുത്. അവർ വല്ലാത്ത ബുദ്ധിമുട്ടിക്കുന്ന പ്രസ്താവനകളും സമരങ്ങളും നടത്തി തമിഴിനുമായിട്ടുള്ള ബന്ധം നശിപ്പിക്കരുത്. നമുക്ക് അവരോടുള്ള ബന്ധം നമുക്ക് മുറിച്ച് മാറ്റാവുന്നതല്ല. അവർ വേറെ രാജ്യക്കാരൊന്നുമല്ല, നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മുടെ ആളുകളെല്ലാം അവിടെ പോയ ബിസിനസ്, കേരളത്തിൽ പറഞ്ഞാൽ ഇവിടെ ശല്യം ഉള്ളതുകൊണ്ട്, ഇവിടെ സമരം ഉള്ളതുകൊണ്ട് അവരെല്ലാം പോയി കൊച്ചോസേപ്പ് ചിറ്റൽപ്പള്ളിയും ഈസ്റ്റേൺ കറി പൗഡർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തമിഴ്നാട്ടിലേക്ക് തങ്ങളുടെ സ്ഥാപനങ്ങൾ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. ആ തമിഴന്മാരെല്ലാം നമ്മുടെ ശത്രുക്കളാക്കി അവിടെ താമസിക്കുന്നവരുടെല്ലാം വീടുകൾ തല്ലിപ്പൊളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ആരും ഉറങ്ങാതിരിക്കേണ്ടെന്നും സന്തോഷമായിട്ട് ജീവിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. നമസ്കാരം. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട. Matakommana Jewelry, PP Road, Irachupeta.